നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ക്യൂനെസ് ആണ്. നമ്മളപ്പം സെൻട്രൽ ടെൻഡൻസി പറഞ്ഞു, മെഷർ ഓഫ് ഡിസ്പെർഷൻ പറഞ്ഞു. ഇനി എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു മൂന്നാമത്തെ ആസ്പെക്ട് ആണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഡേറ്റയുടെ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. മെഷർ ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ നിന്ന് മറ്റ് ഒബ്സർവേഷൻസിലേക്കുള്ള ഡീവിയേഷൻ മെഷർ ചെയ്യും. സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷന്റെ സിമെട്രിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണോ അല്ലയോ എന്നാണ് മെഷർ ചെയ്യുന്നത്. നോക്കാം. In the previous two chapters, central value of a group of items and their closeness to the central value are considered. The third aspect is skewness. It is to know whether the individual items are equally distributed on either side of the central value or not. The fourth aspect is kurtosis. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സ്ക്യൂനെസ് ആണ്, പിന്നെയാണ് kurtosis പറയുന്നത്. അപ്പോൾ സ്ക്യൂനെസ് എന്താണ്? It is to know whether the individual items are equally distributed on either side of the central value or not. എന്നുവെച്ചാൽ നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വെച്ചിട്ട് നമ്മൾ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കും. ഈ സെൻട്രൽ വാല്യൂന്ന് സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ ആയിരിക്കും. അതിൽ നിന്ന് അതിന്റെ ബോത്ത് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും എന്താണ് ഒബ്സർവേഷൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നാണ് മെഷർ ചെയ്യുന്നത്. ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെട്രിക് എന്നല്ലേ അർത്ഥം. ഒരു പോയിന്റിന്റെ പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സിമെട്രിക് ആണെന്ന് അർത്ഥം. വെച്ചാൽ സ്ക്യൂനെസ് എന്ന് പറയുന്നത് സിമെട്രി മെഷർ ചെയ്യാണ് യൂസ് ചെയ്യുന്നത്. The fourth aspect is kurtosis. നമ്മൾ സ്ക്യൂനെസ് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നത് kurtosis ആണ്. kurtosis എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഹൈറ്റ് മെഷർ ചെയ്യാം. പീക്കഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് എന്താണ് പീക്കഡ്നെസ് ആണ് മെഷർ ചെയ്യും. The four aspects are being studied using an important measure called moments. അതിന് മുന്നേ നമ്മൾ മൊമെന്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മൊമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഈ സ്ക്യൂനെസും kurtosisഉം മെഷർ ചെയ്യണത്. ഇനി നമുക്ക് സ്ക്യൂനെസ് എന്താ നോക്കാം. സ്ക്യൂനെസ് മെഷർ ഓഫ് അസിമെട്രി ആർ കോമൺലി ഡിസ്ക്രൈബ്ഡ് ആസ് മെഷർ ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് എത്രത്തോളം അസിമെട്രിക് ആണെന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. When a distribution of items in a series is not even, that is asymmetrical, the curve is regarded as distorted. എന്നുവെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണ് നോട്ട് ഈവൺ ആണെങ്കിൽ, എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഇതിന് നമ്മൾ ആ കർവിനെ നമ്മൾ ഡിസ്റ്റോർട്ടഡ് കർവ് എന്ന് പറയും. When a curve is not so distorted, it shows a symmetrical distribution and is plotted on a graph paper depict a perfectly bell-shaped curve. അപ്പോൾ ഒരു സിമെട്രിക് കർവിന്റെ ഷേപ്പ് എന്താണ്? ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. ഇവിടെ പിക്ചറിൽ കാണാം. ഇതാണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഒരു ബെൽ ഷേപ്ഡ് കർവിലായിരിക്കും നമ്മൾ അതിന്റെ ഫ്രീക്വൻസി കർവ് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ബെൽ ഷേപ്ഡ് കർവിലാണെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? When a curve is not so distorted, it shows a symmetrical distribution and is plotted on a graph paper depict a perfectly bell-shaped curve. Symmetric distribution എന്ന് പറയുമ്പോൾ ഒരു bell shaped curve ആയിരിക്കും ഉണ്ടാവുക. If a distribution is not symmetrical, it is deemed to be skewed. ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് സിമെട്രിക് അല്ലെങ്കിൽ അതിനെന്ത് പറയാം? സ്ക്യൂഡ് ആണ് പറയുന്നത്. സ്ക്യൂനെസിന്റെ മീനിങ് എന്ന് പറയുന്നത് അസിമെട്രി എന്നാണ് അർത്ഥം. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ അസിമെട്രി എന്നാണ് അർത്ഥം. അപ്പം എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അല്ലെങ്കിൽ അതിനെ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. Skewness means lack of symmetry or departure from symmetry. Skewness എന്ന് പറഞ്ഞാൽ എന്താണ്? Lack of symmetry. According to Simpson and Kappa, skewness or asymmetry is the attribute of a frequency distribution that extends further on one side of the class with highest frequency than on the other. അപ്പം ഒരു skewed distribution എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഫ്രീക്വൻസി കർവ്? അതൊരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡിലോട്ട് എന്തായിരിക്കും? ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടും എന്താണ് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. എന്നുവെച്ചാൽ ഈ സെൻട്രൽ വാല്യൂവിൽ നിന്ന് എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കില്ല. ഒരു സൈഡിൽ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഫ്രീക്വൻസി, പിന്നെ ഒരു എന്താ പറയാ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഇങ്ങനെ പിന്നെ വിട്ടുവിട്ട് കിടക്കും. അടുത്തെന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേറൊരു ഷേപ്പ് ആയിരിക്കും. എന്നുവെച്ചാൽ ഒരു സെൻട്രൽ വാല്യൂവിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ് ഡിഫറെന്റ് ഷേപ്പിലായിരിക്കും കർവ് ഉണ്ടാവുക. ഈക്വലി ഷേപ്പ്ഡ് അല്ല. ഇവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞ ഈ ഒരു കർവില്ലേ, സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ബെൽ ഷേപ്ഡ് കർവില് ഇതിൽ സെൻട്രൽ വാല്യൂവിന്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ് ഒരേ ഷേപ്പ് ആണ്.
അല്ലെ? ഇതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ സെൻട്രൽ വാല്യൂവിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വലി ഷേപ്ഡ് കർവ് ആയിരിക്കും ഉണ്ടാവുക. ഇനി മറ്റേ കേസിൽ എന്താ നോക്കാം നമുക്ക്. The measure of skewness are derived from the fact that in a distribution which is perfectly symmetrical, the mean, median and mode coincide. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നൊരു എന്താണ് പെർഫെക്റ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഈ ടൈപ്പ് ഓഫ് ഗ്രാഫുള്ള ഡിസ്ട്രിബ്യൂഷൻ, പെർഫെക്റ്റ്ലി സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് ഈ കർവിൽ കൊടുത്തേക്കുന്നത്. എന്താണ് ഇവിടെ കണ്ടോ? എക്സ് ബാർ ഈക്വൽ ടു എം ഈക്വൽ ടു സെഡ്. എക്സ് ബാർ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ആണ്, എം എന്ന് പറയുന്നത് മീഡിയൻ ആണ്, സെഡ് എന്ന് പറയുന്നത് മോഡാണ് കേട്ടോ. എക്സ് ബാർ അരിത്തമെറ്റിക് മീൻ, എം എന്ന് പറയുന്നത് മീഡിയൻ, സെഡ് എന്ന് പറയുന്നത് മോഡ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. ഇൻ എ സ്ക്യൂ ഡിസ്ട്രിബ്യൂഷൻ ദീസ് മെഷർമെന്റ്സ് ടെൻഡ് ടു ഡിഫർ ഫ്രം ഈച്ച് അതർ. പക്ഷെ ഒരു സ്ക്യൂ ഡിസ്ട്രിബ്യൂഷനിലോ അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ ഇത് മൂന്നും ഈക്വൽ ആയിരിക്കണം എന്നില്ല. ആൻഡ് ദ ലാർജർ ദ സ്ക്യൂനെസ് ഇൻ എ സീരീസ് ദ ലാർജർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇപ്പൊ അത് ഈ എന്താണ് ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണെങ്കിൽ ഈ എക്സ് ബാറും എമ്മും സെഡും എന്ന് വെച്ചാൽ മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള ഡിഫറൻസും കൂടും. എന്നുവെച്ചാൽ സിമെട്രി എന്ന് പറയുന്നത് വളരെയധികം എന്താണ് അസിമെട്രി ഉണ്ടെങ്കിൽ ആ പിന്നെ മൂന്ന് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസും കൂടും. The difference between mean, median or mode provide an easy way to examine the nature as well as the degree of symmetry in a series. So mean, median, മോഡിന്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാം ആ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണോ അല്ലയോ എന്ന്. മീൻ, മീഡിയൻ, മോഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. ഇത് മൂന്നും ഡിഫറെന്റ് ആണെങ്കിൽ പറയാം എന്ത് പറയാം? അതൊരു അസിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. ഇനി രണ്ട് ടൈപ്പ് ഓഫ് എന്താണ് അസിമെട്രി ഉണ്ട് എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി സ്ക്യൂഡും ഉണ്ട്, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അപ്പൊ സിമെട്രിക് ഉണ്ട്, പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഐസിമെട്രി ഉണ്ട്. അതെന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ്ലി സ്ക്യൂഡ്. എന്താ നോക്കാം. ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് മോർ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ മോഡ്, the frequency curve has a longer tail to the right than to the left as seen in the figure. നിങ്ങൾ ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ സെഡ് എന്താണ്? മോഡാണ്, എം എന്ന് പറയുന്നത് മീഡിയൻ, എക്സ് ബാർ അരിത്തമെറ്റിക് മീൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ഈ ഗ്രാഫ് നോക്കുക, പോസിറ്റീവ്ലി സ്ക്യൂഡിന്റെ ഗ്രാഫ് നോക്കുക. ഇവിടെ സെഡ് മോഡ്, എം മീഡിയൻ, എക്സ് ബാർ മീൻ. അപ്പൊ മോർ വാല്യൂസ് എന്ന് പറയുന്നത് മോഡിനേക്കാളും ചെറുതാവുക, മോഡിനേക്കാളും. അതാണ് പറയുന്നത് ഇതിന്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് മോർ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ മോഡ്. ഗ്രേറ്റർ ദാൻ മോഡാണ് എന്ന് വെച്ചാൽ സെഡിനേക്കാളും മോഡിനേക്കാളും മോഡ് കഴിഞ്ഞിട്ടായിരിക്കണം കൂടുതൽ വാല്യൂസ് വരിക. ഇവിടെ നോക്കുക, ഏത് കേസിലാണ് വരുന്നത്? ഈ ഫസ്റ്റ് കേസിലല്ലേ, ഇതല്ലേ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ കേസിലാണ് വരുന്നത്. ഇവിടെ മോഡ് കഴിഞ്ഞിട്ടാണ് ബാക്കി വാല്യൂസ് ഒക്കെ വരുന്നത്. സെഡ്, എം, എക്സ് ബാർ എന്നുള്ള ആ ഒരു റേഞ്ചിലാണ്. സെഡ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ബാക്കി വാല്യൂസ് ഒക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീക്വൻസി കർവിന് റൈറ്റ് എൻഡില്, ഈ ഒരു എൻഡില് ഒരു ടെയിൽ ഫോം ചെയ്യും. റൈറ്റ് സൈഡിൽ ഒരു ടെയിൽ ഫോം ചെയ്യും. ഇതിനെയാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? മോഡിനേക്കാളും വലിയ വാല്യൂസ് ആയിരിക്കും അല്ലെ? മോർ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെയാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ എങ്ങനെയാണ് ഇത് പിന്നെ മോഡ്, മീൻ, മീഡിയൻ എന്ന് പറയുന്നത് അലൈൻ ചെയ്തേക്കുന്നത്? മോഡ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, എക്സ് ബാർ ഫോമിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. സെഡ് ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, എക്സ് ബാർ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മോഡ് ഏറ്റവും ചെറിയ വാല്യൂ ആയിരിക്കും, അത് കഴിഞ്ഞ് മീഡിയൻ, അത് കഴിഞ്ഞ് എക്സ് ബാർ. ഇങ്ങനെയാണ് ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. അപ്പം ഇതിനൊരു റൈറ്റ് ടെയിൽ എൻഡ് ഉണ്ടാവും. ഇതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? ഇഫ് മോർ വാല്യൂസ് ആർ ലെസ് ദാൻ മോഡ്,
the frequency curve has a longer tail to the left than to the right, as in the figure. It is said to be negatively skewed or to have negative skewness. അതാണ് ഈ മൂന്നാമത്തെ പിക്ചർ. ഇവിടെ നോക്കാം. ഇവിടെ മോഡിനേക്കാളും ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും എന്താണ് വാല്യൂസ് കൂടുതൽ ഉണ്ടാവുക. ഇവിടെ എങ്ങനെയാണ് മീൻ മീഡിയൻ മോഡ് അലൈൻ ചെയ്തേക്കുന്നത്? എക്സ് ബാർ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ സെഡ്. എക്സ് ബാർ ആയിരിക്കും ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞ് മീഡിയൻ, അത് കഴിഞ്ഞ് മോഡ്. മോർ വാല്യൂസ് ആർ ലെസ് ദാൻ മോഡ്. ഇങ്ങനെയാണ് ഇതിനൊരു ലെഫ്റ്റ് എൻഡിലേക്ക് ഒരു ടെയിൽ എൻഡ് ഉണ്ടാവും, ലെഫ്റ്റിലേക്ക് ഒരു ടെയിൽ എൻഡ് ഉണ്ടാവും. ഇതിനെയാണ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമുക്ക് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. എന്താണ് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനിൽ മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആയിരിക്കും. പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മോഡ് ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മീൻ ആയിരിക്കും. നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ലെസ് ദാൻ മോഡ് ലെസ് ദാൻ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക. ഇനി അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ്. A distribution for which mean equal to median equal to mode is known as a symmetrical distribution. Mean median mode equal ആണെങ്കിൽ അതിന് symmetrical distribution എന്ന് പറയും. നമ്മൾ മുന്നേ പറഞ്ഞു. For a asymmetrical distribution, these measures do not coincide. Asymmetrical distribution ൽ ഇത് മൂന്നും equal ആയിരിക്കില്ല. In a distribution, if arithmetic mean greater than median, greater than mode, it's said to be positively skewed. And for negatively skewed distribution, arithmetic mean less than median less than mode. Skewness can be measured in absolute terms by taking the difference between mean, median and mode. അപ്പോൾ ഇതിന്റെ സ്ക്യൂനെസിന്റെ ഒരു അബ്സല്യൂട്ട് മെഷർ ഓഫ് എന്താണ്? അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് എന്താണ്? മീൻ മൈനസ് മോഡ് അല്ലെങ്കിൽ 3 into മീൻ മൈനസ് മീഡിയൻ. എന്ന് വെച്ചാൽ മീനിന്റെ മോഡിന്റെ ഡിഫറൻസ് എന്താണ് എടുത്താൽ മതി. മീൻ മൈനസ് മോഡ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം അല്ലെ. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ 3 ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന് ഡിഫറൻസ് എടുക്കുമ്പോൾ 0 കിട്ടുവാണെങ്കിൽ അതിന് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇപ്പൊ അതിനൊരു മീൻ മൈനസ് മോഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു പോസിറ്റീവ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. കാരണം എന്താണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണ് മീൻ ഗ്രേറ്റർ ദാൻ മോഡ് ആവുന്നത്. അപ്പൊ മീൻ മൈനസ് മോഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇത് ഈ പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ്. എന്നാൽ അബ്സല്യൂട്ട് മെഷർ എന്താണ്, റിലേറ്റീവ് മെഷർ എന്താണെന്ന് മെഷർ ഓഫ് ഡിസ്പേർഷൻ പറയുമ്പം പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത്. അപ്പൊ നിങ്ങളോട് എന്താണ് സ്ക്യൂനെസിന്റെ ഒരു അബ്സല്യൂട്ട് മെഷർ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. സ്ക്യൂനെസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ്. അപ്പൊ മോഡ് ഡിഫൈൻഡ് അല്ലെങ്കിൽ നമുക്ക് മീൻ മൈനസ് മീഡിയൻ എടുക്കാം. മോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഡിഫൈൻഡ് അല്ലെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പല കേസിൽ മോഡ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മീനും മീഡിയനും വെച്ചിട്ട് എന്താണ് സ്ക്യൂനെസ് ഉണ്ടോ, സ്ക്യൂഡ് ആണോ, ഏത് ടൈപ്പ് സ്ക്യൂഡ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസിനെ പറ്റിയാണ്. റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് ഒരു 3 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്താണ് കാൾ-പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ഇനി പറയാൻ പോകുന്നത് സ്ക്യൂനെസിന്റെ റിലേറ്റീവ് മെഷേഴ്സ് ആണ്. അതിൽ ഒന്നാമതാണ് കാൾ-പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. നമുക്ക് എന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മോഡ്. The difference is divided by standard deviation to give a relative measure. It's denoted by SKP. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത് SK suffix P വെച്ചിട്ടാണ്. എന്താണ് SKP equal to mean minus mode by standard deviation. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ക്യൂനെസ് മെഷർ ചെയ്യാന്നാണ്. SKP equal to mean minus mode by standard deviation ആണ്. അപ്പം SKP 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? SKP 0 ആണെങ്കിൽ അതൊരു സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. SKP പോസിറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. SKP നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതാണ് താഴെ കൊടുത്തേക്കുന്നത്. Theoretically, this value has no limit, but in practice, the value given by this formula usually lies between -1 and +1. SKP ന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ന്റെയും +1 ന്റെയും ഇടയിലായിരിക്കും. When SKP equal to 0, the distribution will be symmetrical. When SKP is positive, the distribution will be positively skewed. And
When SKP is negative, the distribution will be negatively skewed. അപ്പോൾ നിങ്ങളോട് ഒരു ഡേറ്റ വന്നിട്ട് നിങ്ങളോട് പറയും എന്താണ് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ പറയും. നിങ്ങളോട് കാൾപിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ മീൻ കണ്ടുപിടിക്കുക, ആ ഡേറ്റയുടെ മീൻ കണ്ടുപിടിക്കുക, മോഡ് കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് എസ്കേപ്പ് കണ്ടുപിടിക്കുക. മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന്റെ വാല്യൂ നോക്കുക. 0 ആണെങ്കിൽ സിമെട്രിക്കൽ എന്ന് പറയും. എസ്കേപ്പ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഇനി മോഡ് ഡിഫൈൻഡ് അല്ലാത്ത കേസിൽ നമുക്ക് ഇംപിരിക്കൽ റിലേഷൻ നോക്കാം. ഈ എന്താണ് മോഡിന് പകരം മീഡിയൻ വെച്ചിട്ടുള്ള റിലേഷൻ എന്താണ്? 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മോഡ് അല്ലാത്ത സമയത്ത് ഡിഫൈൻഡ് അല്ല. സോ നമ്മൾ മീഡിയൻ യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾക്ക് കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യും. ഇനി രണ്ടാമത്തെ റിലേറ്റീവ് മെഷർ ആണ് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. ദിസ് ഇസ് എ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസ്. This is obtained using the fact that in a symmetrical distribution, the first and third quartile are equidistant from the median. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റിലേറ്റീവ് മെഷർ ആണ് ബൗളീസ് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എന്താണ് സെൻട്രൽ വാല്യൂ എന്ന് പറയുന്ന എന്താണ് മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആയിരിക്കും അല്ലെ? സെൻട്രൽ വാല്യൂ എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡ് ആയിരിക്കും. ഈ Q2 എന്ന് പറയുന്ന സെക്കൻഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്നത് നമ്മൾ മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ Q2 നിന്നും Q1ലേക്കും Q3ലേക്കും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ സെൻട്രലിൽ വരുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? Q2 ആണ്. Q2 എന്ന് പറയുന്നത് എന്താണ്? Q1ലേക്കും Q3ലേക്കും ഉള്ള ഡിസ്റ്റന്റ് ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വൽ ആയിരിക്കും. ആ ഒരു ഫാക്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് Q3 minus M equal to M minus Q1. എമ്മിൽ മീഡിയനിൽ നിന്നും Q3യിലോട്ടും എമ്മിൽ നിന്ന് Q1യിലോട്ടും ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. സോ an absolute measure of skewness is അതിന്റെ ഇത് വെച്ചിട്ടുള്ള എന്താണ് ക്വാർട്ടൈൽ വെച്ചിട്ടുള്ള അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് Q3 minus M minus M minus Q1 ആണ്. The corresponding relative measure of skewness or Bowley's coefficient of skewness എന്ന് പറയുന്നത് ഇതാണ്. SKB equal to Q3 minus M minus M minus Q1 by Q3 minus M plus M minus Q1. പിന്നെ അതൊന്ന് എന്താണ് വെട്ടിച്ചുരുക്കി എഴുതിയതാണ് താഴത്തത്. That is SKB equal to Q3 plus Q1 minus 2M by Q3 minus Q1. അപ്പൊ നിങ്ങളോട് ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ Q3 Q1 കണ്ടുപിടിക്കുക, മീഡിയൻ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. SKB equal to 0 ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ കേസ്, കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് കേസിൽ പറഞ്ഞ അതേ കേസാണ്. SKB equal to 0 ആണെങ്കിൽ സിമെട്രിക് ആയിരിക്കും. SKB പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ്, SKB നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ്. പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, പെർസെന്റേജ് വെച്ചിട്ടാണ്. പെർസെന്റേജ് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ രണ്ട് മെത്തേഡ് മതി. കാൾപിയേഴ്സണും ബൗളീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസും മാത്രം മതി നമുക്ക്. അപ്പോൾ ഇത് വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഡിസ്പേർഷനും സ്ക്യൂനെസ്സും തമ്മിലുള്ള ഇനി നമ്മൾ മൂന്നാമത്തെ കെല്ലീസ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് പറഞ്ഞു. ഇത് നാലാമത്തെന്ന് പറയുന്നത് മൊമെന്റ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പം കാൾപിയേഴ്സൺസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ഉണ്ട്. ബൗളീസ് കാൾപിയേഴ്സൺ എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ബൗളീസ് കോഎഫിഷ്യന്റ് എന്ന് വെച്ചിട്ട് ക്വാർട്ടൈൽസ് വെച്ചിട്ടായിരുന്നു. നാലാമത്തെ നമ്മൾ എന്താണ് കോമൺലി യൂസ് ചെയ്യുന്നത് മൊമെന്റ്സ് വെച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ, നിങ്ങളോട് സ്ക്യൂനെസ് മെഷർ ചെയ്യാനാണ് മാത്രം പറയുന്നത്, ഏത് ടൈപ്പാന്ന് പറയുന്നില്ലെങ്കിൽ മൊമെന്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമ്മൾ μ3 എന്താണ് μ2 എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? μ3 എന്ന് പറയുന്നത് തേർഡ് സെൻട്രൽ മൊമെന്റ്, μ2 എന്ന് പറയുന്നത് സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് എന്ന് വെച്ചാൽ വേരിയൻസ്. ഇതിൽ നമ്മൾ β1 എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യും. β1 ഈക്വൽ ടു μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. ഇതിനാണ് നിങ്ങളോട് μ1 μ2 μ3 μ4 എന്തായാലും പഠിക്കണം എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. β1 എന്ന് പറയുന്നത് μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. അങ്ങനെയാണ് γ1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് β1 ആണ്. റൂട്ട് ഓഫ് β1 നിങ്ങൾ β1 അപ്പൊ നിങ്ങളോട് എന്താണ് മൊമെന്റ്സ് വെച്ചിട്ട് സ്ക്യൂനെസ് മെഷർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ μ3 കണ്ടുപിടിക്കുക, μ2 കണ്ടുപിടിക്കുക, β1 കണ്ടുപിടിക്കുക. β1 എന്താണ് μ3 സ്ക്വയർ ബൈ μ2 ക്യൂബ്. γ1 എന്തെടുക്കുക? γ1 എന്താണ് β1ന്റെ സ്ക്വയർ റൂട്ട്. ഇനി γ1 എന്താണ്? A distribution will be positively skewed, symmetric and negatively skewed according as γ1 equal to 0 ആണെങ്കിൽ അതിന് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും.
ഗാമ 1 ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഗാമ 1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. ഇങ്ങനെയാണ് മൊമെന്റ്സ് വെച്ചിട്ട് സ്ക്യൂനെസ് മെഷർ ചെയ്യാം. ഇനി ഡിസ്പേർഷനും സ്ക്യൂനെസ്സും തമ്മിലുള്ള ഒരു കമ്പാരിസണിന്റെ ഒരു ടേബിൾ ആണ് കൊടുത്തേക്കുന്നത്. ഡിസ്പേർഷൻ എന്താണ്? ഇറ്റ് ഷോസ് ദ സ്പ്രെഡ് ഓഫ് ഐറ്റംസ് അബൌട്ട് ദി സെൻട്രൽ വാല്യൂ. എന്നുവെച്ചാൽ സെൻട്രൽ വാല്യൂവിൽ നിന്ന് മറ്റ് ഒബ്സർവേഷൻസിലേക്കുള്ള ആ ഒരു ഡീവിയേഷൻ മെഷർ ചെയ്യുന്നു. ഇനി സ്ക്യൂനെസ് എന്താണ്? ഇറ്റ് ഷോസ് ഡിപ്പാർച്ചർ ഫ്രം സിമെട്രി. സിമെട്രിയിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നു. രണ്ടാമത്തെ എന്താണ്? ഇറ്റ്സ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ വേരിയബിലിറ്റി ഇൻ ഡേറ്റ. ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു ഡേറ്റയുടെ വേരിയബിലിറ്റി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സ്ക്യൂനെസ് എന്താണ്? ഇറ്റ്സ് യൂസ്ഫുൾ ടു സ്റ്റഡി ദ കോൺസെൻട്രേഷൻ ഇൻ ലോവർ ആൻഡ് ഹയർ വേരിയബിൾസ്. എങ്ങനെയാണ് ഈ ലോവർ വേരിയബിൾസും ഹയർ വേരിയബിൾസും എവിടേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് മെഷർ ചെയ്യുന്നു. മൂന്നാമത്തെ ഡിസ്പേർഷൻ എന്താണ്? ഇറ്റ് ജഡ്ജസ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദി സെൻട്രൽ ടെൻഡൻസി. ഈ നമ്മൾ മെഷർ ചെയ്ത സെൻട്രൽ ടെൻഡൻസി എത്രത്തോളം എന്താണ് ഐഡിയൽ ആണെന്നാണ് ഈ ഡിസ്പേർഷൻ പറയുന്നത്. ഇറ്റ് ജഡ്ജസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ടെൻഡൻസി. സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ടെൻഡൻസി തമ്മിലുള്ള ഡിഫറൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മീൻ മീഡിയൻ മോഡ്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെ മെഷർ ചെയ്യുന്നു. ഡിസ്പേർഷൻ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആവറേജ് ഓഫ് ഡീവിയേഷൻ. ഡിസ്പേർഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആവറേജ് ഓഫ് ഡീവിയേഷൻ ആണ്. സ്ക്യൂനെസ് ഒരു ആവറേജ് അല്ല. അഞ്ചാമത് ഇറ്റ് ഷോസ് ഓൺ ദ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി. ഇറ്റ് ഷോ ദ ഡിഗ്രി ആസ് വെൽ as ദ ഡയറക്ഷൻ ഓഫ് വേരിയബിലിറ്റി. ഇതാണ് തമ്മിലുള്ള കമ്പാരിസൺ എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കാം. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർട്ടോസിസ് ആണ്. എന്താണ്? ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാം, മെഷർ ഓഫ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കാം, സ്ക്യൂനെസ് കണ്ടുപിടിക്കാം, കർട്ടോസിസ്. അപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ഡേറ്റ തന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ് എന്താണ് എക്സ്പ്ലറേറ്ററി ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, എന്നുവെച്ചാൽ ഒരു ഡേറ്റയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന്റെ സെൻട്രൽ ടെൻഡൻസി ആണ് ഒന്നാമത്തെ കേസിൽ. രണ്ടാമത്തത് മെഷർ ഓഫ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കുക. മൂന്നാമത്തത് സ്ക്യൂനെസ് കണ്ടുപിടിക്കുക. നാലാമത്തത് കർട്ടോസിസ് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ സെൻട്രൽ വാല്യൂവിൽ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നു, അതാണ് ഒന്നാമത്തെ മെഷർ. രണ്ടാമത്തത് ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ സെൻട്രൽ വാല്യൂവിൽ നിന്നും മറ്റ് ഒബ്സർവേഷൻസിലേക്കുള്ള ഡീവിയേഷൻ. മൂന്നാമത്തത് ആ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണോ അല്ലയോ എന്ന് പറയും. നാലാമത്തത് ആ ഡിസ്ട്രിബ്യൂഷന്റെ ഹൈറ്റ്, ആ ഫ്രീക്വൻസി കർവ് എത്രത്തോളം ഹൈറ്റ് ആണെന്ന് പറയുന്നു. കർട്ടോസിസ് മീൻസ് ബൾഗിനെസ്. ഇറ്റ് മെഷേഴ്സ് is peakedness or flatness of a frequency curve. അപ്പൊ പീക്ക്ഡ്നെസ് ഹൈറ്റ് മെഷർ അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഈ കർട്ടോസിസ് എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസി കർവിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്നു. The degree of kurtosis of a distribution is measured related to the peakedness of a normal curve. അപ്പോൾ നോർമൽ കർവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മറ്റ് കർവ്സിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. നോർമൽ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സിമെട്രിക് ആയിട്ടുള്ള കർവിനെയാണ് നോർമൽ കർവ് എന്ന് പറയുന്നത്. A bell shaped or normal curve is mesokurtic because it's kurtic at the center. അപ്പോൾ ഒരു ബെൽ ഷേപ്ഡ് നോർമൽ കർവ് എന്ന് പറയുന്നത് മീസോകർട്ടിക് ആയിരിക്കും. അപ്പൊ നോർമൽ കർവിനെ നമ്മൾ മീസോകർട്ടിക് എന്ന് പറയും. ഒരു ഐഡിയൽ ഹൈറ്റ് ഉള്ളതാണ് നോർമൽ കർവ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഉള്ളതിനെയാണ് നമ്മൾ നോർമൽ കർവ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് മീസോകർട്ടിക് എന്നാണ് പറയാം. If a curve is relatively more peaked than the normal curve, it's called leptokurtic. ഈ നോർമൽ കർവിനേക്കാളും എന്താണ് ഹൈറ്റ് കൂടിയ കർവിനെ പറയുന്ന പേരാണ് ലെപ്റ്റോകർട്ടിക്. നോർമൽ കർവ് എന്ന് പറയുന്നത് മീസോകർട്ടിക് ആണ്. നോർമൽ കർവിനേക്കാളും ഹൈറ്റ് കൂടിയതിനെ ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. A curve more flat than the normal curve is known as platykurtic. നോർമൽ കർവിനേക്കാളും ഹൈറ്റ് കുറഞ്ഞ കർവിനെ നമ്മൾ platykurtic എന്ന് പറയും. Because it's set to lack kurtosis. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രാഫ് കൊടുത്തേക്കുന്നത്. ഇതാണ് നോർമൽ കർവ് മീസോകർട്ടിക്. ഇതിനേക്കാളും ഹൈറ്റ് കൂടിയതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്ന് പറയും. നോർമൽ കർവിനേക്കാളും ഹൈറ്റ് കുറഞ്ഞതിനെ പ്ലാറ്റിക്കർട്ടിക് എന്ന് പറയും. ഇനി ഇത് മെഷർ ചെയ്യുന്നത് മൊമെന്റ്സ് വെച്ചിട്ടാണ്. The kurtosis is measured using the fourth moment, which is an absolute measure. The relative measure of skewness, the relative measure of kurtosis എന്ന് പറയുന്നത് ഒരു β2 നമ്മൾ ഡിഫൈൻ ചെയ്യും. ആ β2 എന്ന് പറയുന്നത് μ4/μ2 സ്ക്വയർ ആയിരിക്കും. μ4 എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോർത്ത് സെൻട്രൽ മൊമെന്റ്. μ2 എന്ന് പറയുന്നത് വേരിയൻസ്, β2 എന്ന് പറയുന്നത് μ4/μ2 സ്ക്വയർ. അത് നമ്മൾ γ2 ഡിഫൈൻ ചെയ്യും. γ2 എന്ന് പറയുന്നത് β2 - 3. ഈ γ2 എന്താണ്? 0 ആണെങ്കിൽ നമ്മൾ എന്താണ് മീസോകർട്ടിക് എന്ന് പറയും.
ഗാമ 2 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ പ്ലാറ്റി കേർട്ടിക് എന്ന് പറയും, അല്ല ലെപ്റ്റോ കേർട്ടിക് എന്ന് പറയും. ഗാമ 2 ലെസ് ദാൻ 0 ആണെങ്കിൽ പ്ലാറ്റി കേർട്ടിക് എന്ന് പറയും. ഇങ്ങനെയാണ് കേർട്ടോസിസ് മെഷർ ചെയ്യുന്നത്.